സ്ട്രെസ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാവും ആദ്യം ബാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കും സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുകയും നമ്മുടെ കണ്ണുകളിൽ അതായത് കാഴ്ച ബ്ലറാവുകയും അതേപോലെ നമ്മൾ വല്ലാതെ വിയർക്കുകയും ചിലർക്ക് ഇങ്ങനെ നെഞ്ചിൽ ഒരു വലിയ വെയിറ്റ് എടുത്തു വെച്ചതുപോലെ ഫീൽ ചെയ്യുകയും എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവാത്ത വിധം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. പലരും വിചാരിക്കുന്നത് പോലെ സ്ട്രെസ് അത്ര ചിരിച്ച് തള്ളേണ്ട ഒരു വാക്കല്ല. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മുടെ ബ്രെയിനിന് ഒരു സ്ട്രെസ് ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഇമോഷൻസ് ഒക്കെ പൈലപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവും. പിന്നീട് ഒരു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ പോലും അവർ റിയാക്ട് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിരിക്കും. അതേപോലെ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും അവരെന്ത് സ്ട്രോങ് ആണ്, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യും, നമ്മളെ പോലെ കരയൊന്നും. ആക്ച്വലി ദാറ്റ് വാസ് റോങ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് സ്ട്രെസ്ഡ് ആയി നടക്കുമ്പോൾ ഐ ആം ഫൈൻ എന്ന് പറഞ്ഞ് നടക്കാതെ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബോഡി. സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ സ്ട്രെസ് ഇങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കാതെ പ്രഷർ കുക്കറിലിട്ട് നടക്കുന്നത് പോലെ നടക്കാതെ ആരോടെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുക. ശരിയായ സമയത്ത് ലഭിക്കുന്ന കൗൺസിലിങ്ങും പിന്തുണയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാവും കൊണ്ടുവരിക. സ്ട്രെസ് ഈസ് ട്രീറ്റബിൾ. യു ഡോണ്ട് ഹാവ് ടു ഫേസ് ഇറ്റ് അലോൺ.